Hello everyone, welcome to our new session. ഇന്നത്തെ ഈ ഒരു സെഷനിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്സ് ഓഫ് അസസ്മെന്റിലെ സെക്കൻഡ് സെഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് സെഷനിൽ നമ്മൾ എന്താണ് മെഷർമെന്റ്, എന്താണ് അസസ്മെന്റ്, എന്താണ് ഇവാലുവേഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയില്ലേ. നമുക്ക് പ്രോപ്പർ ആയിട്ട് മെഷർമെന്റും അസസ്മെന്റും ഇവാലുവേഷനും തമ്മിലുള്ള ഡിഫറൻസുകളൊക്കെ മനസ്സിലായില്ലേ. പിന്നെ നമ്മൾ എന്തൊക്കെയാ നോക്കിയേ, അസസ്മെന്റില് ലേണിംഗിൽ 3 റോളുകൾ ഉണ്ട് അല്ലെ. അസസ്മെന്റ് ആസ് ലേണിംഗ്, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ്. അസസ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻലി 2 ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഫോർമേറ്റീവ് അസസ്മെന്റ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ്. ഓക്കെ, ഇനി നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കും. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ വീണ്ടും ടൈപ്പ് ഓഫ് അസസ്മെന്റ് വരും. ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് അല്ലാതെ കുറച്ചധികം ടൈപ്പുകൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളോട് പറഞ്ഞല്ലോ 2 അസസ്മെന്റ് ടൈപ്പ് ഓഫ് അസസ്മെന്റുകളാണ് ഉള്ളത്, പിന്നെയും ടൈപ്പ് വരുന്നു എന്നുള്ള ലെവലിൽ വരരുത് കേട്ടോ. എന്താന്ന് വെച്ചാലേ നമ്മള് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ആക്കൂലേ. അതായത് ചിലപ്പോ നമ്മളൊരു ഫ്ലവറിനെയാണ് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഫ്ലവറിന്റെ ലീഫിനെ ബേസ് ചെയ്തിട്ട് അതിനെ ഇത്ര ടൈപ്പ് ആക്കാം, അതുപോലെ ഫ്ലവറിന്റെ കളറിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഇത്ര ടൈപ്പ് ആക്കാം, അങ്ങനെ പറയില്ലേ. അങ്ങനെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും ടൈപ്പ് വരുന്നുണ്ട്. അത് ആ ഒരു സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മൾ ജനറലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അസസ്മെന്റിന് മെയിൻലി 2 ടൈപ്പാണുള്ളത്, ഫോർമേറ്റീവ് അസസ്മെന്റ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ്. രണ്ടിനെ കുറിച്ചിട്ടും നമ്മളൊരു ഏകദേശ ധാരണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയാം ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റിനെ കുറിച്ചിട്ട്? പ്രീവിയസ് ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ? എന്താ ഫോർമേറ്റീവ് അസസ്മെന്റ്? ഞാൻ തന്നെ പറയാം അല്ലെ, നിങ്ങൾ അവിടെ ഇല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണുള്ളത്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ അസസ് ചെയ്യുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം അല്ലെ. അതായത് ഡ്യൂറിങ് ക്ലാസ് റൂമിലാണ് അല്ലെങ്കിൽ ഡ്യൂറിങ് എ ക്ലാസ് നമ്മൾ കുട്ടികളെ അസസ് ചെയ്യുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. നമ്മളൊരു ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്, അതൊക്കെ ഫോർമേറ്റീവ് അസസ്മെന്റിന് എക്സാമ്പിൾ ആണ് അല്ലെ. ഈ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളൊരു ഇയർ എൻഡിലൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ എന്താ ഒരു അത്യാവശ്യം നല്ല ഡ്യൂറേഷനിൽ കുട്ടികൾക്ക് എന്ത് റിസൾട്ട് ആണ്, കുട്ടികൾ എത്രത്തോളം പഠിച്ചു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ അസസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. നമ്മൾ ആനുവൽ എക്സാംസ് ഒക്കെ സമ്മേറ്റീവ് അസസ്മെന്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഏകദേശം ഒരു ഔട്ടർ ലുക്ക് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് അസസ്മെന്റിനെ കുറിച്ചിട്ട് പഠിക്കണം അല്ലെ. എന്താണ് ഫോർമേറ്റീവ് അസസ്മെന്റ്, അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഫോർമേറ്റീവ് അസസ്മെന്റ്, assessment made at different stages of its growth is called formative assessment. അതായത് ഒരു ഗ്രോത്ത് സ്റ്റേജിൽ നടത്തുന്ന അസസ്മെന്റുകളെയാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. കോഹോസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ളവര് ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. അതായത് ഇപ്പൊ നമ്മളൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതായത് ക്ലാസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് അതിന്റെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അല്ലെ. ആ ഒരു സമയത്ത് നമ്മൾ നടത്തുന്ന അസസ്മെന്റുകളെയാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് നടത്തുക. അതായത് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമല്ല, അതിന്റെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഫേസിൽ നമ്മൾ നടത്തുന്ന അസസ്മെന്റുകളെയാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. Formative assessment aims to improve students' learning and it is not useful in grading students on the basis of their learning achievement. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് നടത്താൻ. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും നമുക്കത് മെയിൻ എയിം ആയിട്ട് വരിക?
ഞാനൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ നടത്തുന്ന അസസ്മെന്റ് ആണ് ഫോർമേറ്റീവ് അസസ്മെന്റ് അല്ലെ. അപ്പൊ മെയിൻലി ഞാൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ ഒരു സമയത്ത് അസസ്മെന്റ് നടത്തുന്നത്? ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യം കുട്ടികൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. അതായത് ഞാനിപ്പോ ഒരു ടോപ്പിക് എടുത്തു, ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക് അവർക്ക് മനസ്സിലായോ എന്ന് എനിക്ക് കൺഫേം ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് അല്ലെ. അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും കൂടെ പ്രോപ്പർ ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർമേറ്റീവ് അസസ്മെന്റ് നടത്തുന്നത് അല്ലെ. അപ്പൊ ഫോർമേറ്റീവ് അസസ്മെന്റ് നടത്തുന്നതിലൂടെ നമുക്ക് ലേണിംഗ് പ്രോഗ്രസ് എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂലെ. അതുപോലെ തന്നെ എന്തെങ്കിലും കുട്ടികൾക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, കുട്ടികൾക്ക് ആർക്കും കിട്ടുന്നില്ല, നമുക്കൊരു മനസ്സിലായില്ലേ എന്താ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ എടുക്കുന്ന മെത്തേഡ് ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് എന്നല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്താ കംപ്ലീറ്റ് ക്ലാസ്സിൽ ആർക്കും അറിയില്ല എന്നാണെങ്കിൽ നമ്മൾ നമ്മുടെ ലേണിംഗിന്റെ സ്റ്റൈൽ തന്നെ മാറ്റണം അല്ലെ, ലേണിംഗ് മെത്തേഡ് തന്നെ മാറ്റണം. നമ്മൾ മേ ബി ആ ഒരു ടോപ്പിക് കുട്ടികളിലോട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മോഡൽസ് യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവർക്ക് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെന്റ്സിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ നമുക്ക് കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഇനി എന്തെങ്കിലും ഡീമെറിറ്റ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും, അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനും, അതുപോലെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ കുട്ടികൾ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്, ആ ടോപ്പിക് കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക് ഒന്നും കൂടെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റെമഡിയൽ മെത്തേഡ്സ് ഐഡന്റിഫൈ ചെയ്യാനും, അല്ലെങ്കിൽ എന്താ റെമഡിയൽ മെത്തേഡ്സ് വേണം എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഫോർമേറ്റീവ് അസസ്മെന്റ് മെയിൻലി എന്താണ്? കുട്ടികളുടെ ലേണിംഗിന് ആവശ്യമായിട്ടുള്ള, കുട്ടികളുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് ഫോർമേറ്റീവ് അസസ്മെന്റിൽ വരിക അല്ലെ. അല്ലാതെ എന്തല്ല, കുട്ടികൾ എത്രത്തോളം പഠിച്ചു, കുട്ടികൾക്ക് A+ കൊടുക്കാൻ പറ്റുമോ, A കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവരുടെ ലേണിംഗ് ഒന്നുകൂടെ പ്രോഗ്രസ് ആക്കുക, അല്ലെങ്കിൽ ലേണിംഗ് ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് നടപ്പിലാക്കുന്നത്. അതായത് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞത് മീനിങ് ആണ് അല്ലെ. ഇനി ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. The evaluative technique used to monitor learning progress during instruction and to provide continuous feedback to both people and teacher concerning learning success and failure. Okay. ഇപ്പൊ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇവാലുവേറ്റീവ് ടെക്നിക് ആണ്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് കുട്ടികളുടെ ലേണിംഗ് സക്സസ് അല്ലെങ്കിൽ ലേണിംഗ് ഫെയിലിയർ എത്രത്തോളം ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഡ്യൂറിങ് ഇൻസ്ട്രക്ഷൻ ആണ് അല്ലെ, ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന അസസ്മെന്റ് ആണ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? കുട്ടികൾക്കും ടീച്ചേഴ്സിനും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നാ പറഞ്ഞ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു കുട്ടിയോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ കുട്ടിക്ക് കിട്ടിയില്ല. ഓക്കെ, 1-2 കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. അപ്പൊ അതിൽ 2 കുട്ടികൾക്ക് കിട്ടിയില്ല, ബാക്കിയുള്ളവരോടൊക്കെ ചോദിച്ചപ്പോ കുഴപ്പമില്ല, അവർക്ക് ആൻസർ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആ കുട്ടികൾക്ക് മാത്രം, എല്ലാവർക്കും അല്ല, ആ കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ള ടോപ്പിക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിക്ചറൊക്കെ വരച്ചിട്ടൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കാം അല്ലെ. അങ്ങനെ ആ കുട്ടികളുടെ എന്താണോ അവർക്ക് റെമഡിയൽ മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടത് ആ ഒരു ലെവലിൽ ഞാൻ എന്ത് ചെയ്യണം? ആ കുട്ടികളെ ഹാൻഡിൽ ചെയ്യണം അല്ലെ. ഇനി ഞാൻ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളോടും ക്വസ്റ്റ്യൻ ചോദിച്ചു, ഓക്കെ, പക്ഷെ ആർക്കും കിട്ടിയില്ല, ആർക്കും അതിനെ കുറിച്ചിട്ട് അറിയില്ല, അതിന്റെ ആൻസർ അറിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കുട്ടികൾക്ക് മനസ്സിലായില്ല എന്നാണോ? അല്ല അല്ലെ, നമ്മുടെ ടീച്ചിങ്ങിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം ക്ലാസ്സിലുള്ള ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ എന്റെ ടീച്ചിങ് മെത്തേഡ് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് അർത്ഥം അല്ലെ. അതായത് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സ്റ്റുഡന്റിനായാലും ടീച്ചറിനായാലും കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. സ്റ്റുഡന്റിന്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുട്ടികൾക്ക് ലേണിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സിന്റെ കേസിൽ നോക്കുമ്പോൾ ഇതുപോലെ ക്ലാസ്സിലുള്ള ഒറ്റ കുട്ടിക്കും അതിന്റെ ആൻസർ അറിയില്ല എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ടീച്ചിങ് അത്ര പോരാ, അല്ലെങ്കിൽ എന്താ, ടീച്ചിങ്ങിന്റെ മെത്തേഡിന് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ ഈ മെത്തേഡ് മാറ്റിയിട്ട് വേറെ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ടീച്ചിങ്ങിനായിക്കോട്ടെ അല്ലെങ്കിൽ ലേണിങ്ങിനായിക്കോട്ടെ രണ്ടിനും പ്രോപ്പർ ആയിട്ട് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ഫോർമേറ്റീവ് അസസ്മെന്റിലൂടെ കിട്ടുന്നുണ്ട്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ,
ഇനി എന്തൊക്കെയാണ് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് എക്സാമിനൊക്കെ 5 മാർക്സിന് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാന്ന് നോക്കാം അല്ലെ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മോണിറ്ററിംഗ് സ്റ്റുഡൻസ് ലേണിംഗ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ ലേണിംഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു ബോത്ത് ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, അതായത് ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയില്ല എന്നാണെങ്കിൽ ടീച്ചറിനാണ് ഫീഡ്ബാക്ക് കിട്ടുന്നത് അല്ലെ. അതായത് ടീച്ചറിന്റെ ടീച്ചിങ് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ടീച്ചറിന് ഒരു ഫീഡ്ബാക്കും, അതുപോലെ കുട്ടികൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടും, അതായത് സ്റ്റുഡൻസിന്റെ ലേണിംഗിനെ കുറിച്ചിട്ടും കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമേറ്റീവ് അസസ്മെന്റിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫോർമേറ്റീവ് അസസ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ് കേട്ടോ. എന്തൊക്കെ യൂസ് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ദിവസം എടുത്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ അസൈൻമെന്റ്സുകളൊക്കെ കൊടുക്കാം. ഓക്കെ, അതുപോലെ എന്താ ഹോംവർക്കുകൾ കൊടുക്കാം, അല്ലെങ്കിൽ എന്താ വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് ഒക്കെ ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ പാർട്ടായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഒരു വീക്ക് ഞാൻ എടുത്തിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, വീക്ക്ലി ടെസ്റ്റുകളൊക്കെ നടത്താം അല്ലെ. അപ്പൊ ആ വീക്ക്ലി ടെസ്റ്റിലൂടെ എനിക്ക് എന്ത് മനസ്സിലാവും, ആ ഒരു വീക്ക് കുട്ടികൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് മാർക്ക് കിട്ടിയിട്ടില്ല, എല്ലാവർക്കും നല്ല മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അടുത്ത സെഷനിലോട്ട്, അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ആ എടുത്ത പാർട്ട് ഒന്നും കൂടെ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ലേണിംഗിൽ പ്രോഗ്രസ് കൊണ്ടുവരാം. ഓക്കെ, formative tests in any subject of study are usually developed by teacher who has taught it to the student. നമ്മൾ ഫോർമേറ്റീവ് ടെസ്റ്റുകൾ നോക്കുമ്പോൾ, അതായത് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ ചെറിയ എക്സാംസുകളൊക്കെ, ഒരു 5 മാർക്സിന്റെ 10 മാർക്സിന്റെ ഒക്കെ എക്സാംസുകളൊക്കെ നടത്തുമ്പോൾ അത് യൂഷ്വലി ഡെവലപ്പ് ചെയ്യാറുള്ളത്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡെവലപ്പ് ചെയ്യാറുള്ളത് ഏത് ടീച്ചറാണോ പഠിപ്പിച്ചിട്ടുള്ളത് ആ ടീച്ചർ തന്നെയാണ് അല്ലെ. കാരണം എന്താ, ഈ ഫോർമേറ്റീവ് അസസ്മെന്റ് ലേണിംഗിൽ എത്രത്തോളം പ്രോഗ്രസ് വന്നിട്ടുണ്ട്, കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് അല്ലെ. അപ്പൊ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു കണ്ടന്റ് പാർട്ട് നിങ്ങൾക്ക് റസീന മിസ് ഒക്കെ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. എന്റെ ടീച്ചിങ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച പാർട്ടുകൾ കുട്ടികൾക്ക് ഏതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ച പാർട്ട് എന്നൊക്കെ എനിക്കേ അറിയണ്ടാവുള്ളൂ അല്ലെ, പ്രോപ്പർ ആയിട്ട്. അതായത് കുട്ടികളുടെ ലേണിംഗിനെ അസസ് ചെയ്യാനുള്ളതാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലേണിംഗിന്റെ പ്രോഗ്രസിനെ അസസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഏത് ടീച്ചറാണോ പഠിപ്പിച്ചത് ആ ടീച്ചർ തന്നെയാണ് യൂഷ്വലി ഫോർമേറ്റീവ് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഫോർമേറ്റീവ് ടെസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യാറുള്ളത് ഏത് ടീച്ചറാണോ പഠിപ്പിച്ചിട്ടുള്ളത് അവർ തന്നെയാണ് അല്ലെ. ബട്ട് സമ്മേറ്റീവ് അസസ്മെന്റിന്റെ കേസിൽ അതാണോ, നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെയാണോ നമുക്ക് ആനുവൽ എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യാറുള്ളത്? അല്ല അല്ലെ. നമ്മുടെ സ്റ്റേറ്റ് ബോർഡൊക്കെ അങ്ങനെ ഒരു ഫോർമൽ ആയിട്ടുള്ള ലെവലിലല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എല്ലാവർക്കും ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഫോർമേറ്റീവ് അസസ്മെന്റിൽ ആരാണോ പഠിപ്പിച്ചിട്ടുള്ളത് അവർ തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്, ഫോർമേറ്റീവ് ടെസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യാറുള്ളത്. സമ്മേറ്റീവ് അസസ്മെന്റിൽ അങ്ങനെ നിർബന്ധം ഇല്ല അല്ലെ. പഠിപ്പിച്ച ആളുകൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമല്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം അല്ലെ. ഇറ്റ് ഹെൽപ് ദ ടീച്ചർ ടു അലൈൻ ഹിസ് ടീച്ചിങ് ടു സ്യൂട്ട് ദ ഇമ്മീഡിയറ്റ് നീഡ്സ് ഓഫ് ലേണേഴ്സ് ബൈ അഡോപ്റ്റിംഗ് നെസസറി ചേഞ്ചസ് ഇൻ ഹിസ് ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്. ഓക്കെ, അതായത് കുട്ടികളിൽ ഇങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ കിട്ടിയില്ല, അപ്പൊ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായില്ല എന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്റെ ടീച്ചിങ് മെത്തേഡിലും അല്ലെങ്കിൽ എന്റെ ടീച്ചിങ് ടെക്നിക്കിലൊക്കെ നെസസറി ആയിട്ടുള്ള ചേഞ്ചസുകൾ വരുത്താൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റൂലേ. അതായത് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല, ഞാൻ എന്ത് ചെയ്തു, 2-3 ചാപ്റ്റേഴ്സ് അടുപ്പിച്ച് ഇങ്ങനെ എടുത്തു പോയി, കുട്ടികൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല എന്ന് വിചാരിക്കുക. അപ്പൊ മേ ബി എന്തായിരിക്കില്ല, എന്റെ ടീച്ചിങ് സ്റ്റൈല് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. അത് ഞാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേറെ ടീച്ചിങ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ എന്താ സംഭവിക്കുക, ബാക്കി ഞാൻ ഇങ്ങനെ എടുത്തു പോകില്ലേ, കുട്ടികൾക്ക് ഓക്കെ ആണെന്നുള്ള ലെവലിൽ ഞാൻ ഇങ്ങനെ എടുത്തു പോകും, കുട്ടികൾക്ക് എന്തായിരിക്കില്ല, പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോ ടീച്ചേഴ്സിന്റെ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ്സുകളെ കുറിച്ചിട്ടും അതുപോലെ ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സുകളിലൊക്കെ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരുത്താൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോർമേറ്റീവ് അസസ്മെന്റിലൂടെ സാധിക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയെങ്കിലും ചേഞ്ചസ് വേണോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ നീഡ്സിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ ഫോർമേറ്റീവ് അസസ്മെന്റിലൂടെ ടീച്ചേഴ്സിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഫീച്ചേഴ്സ് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കും കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ TNDU എക്സാംസിൽ അറിയാം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് മാത്രം എഴുതാതെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചെറിയ ചെറിയ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഫോർമേറ്റീവ് അസസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു ഡയഗ്രാം കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫോർമേറ്റീവ് ടെസ്റ്റ് എന്താ, എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ട്രൈ ടു ഫൈൻഡ് വെദർ സ്റ്റുഡന്റ് ലേണിംഗ് ഈസ് ആസ് പെർ ദ ഡിഫൈൻഡ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്. അതായത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്താന്ന് നമ്മൾ പറഞ്ഞില്ലേ, എന്താ ഒരു ഷോർട്ട് ടേം ഗോളുകളെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാറ്. അതായത് ഈ ഒരു ക്ലാസ് റൂമിൽ ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന് എനിക്ക് എന്താണോ ഈ ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റീവ്സ്, എന്താണോ ഈ ഒരു ക്ലാസ് എടുക്കുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോർമേറ്റീവ് ടെസ്റ്റ്? ഈ ഒരു ക്ലാസ് എടുക്കുന്നതിലൂടെയുള്ള എന്റെ ഉദ്ദേശം എന്താണോ അത് പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ടോ, അത് കുട്ടികളിലോട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമേറ്റീവ് ടെസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഫോർമേറ്റീവ് ടെസ്റ്റിൽ ഞാൻ കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുത്തു കൊടുത്തു, അതായത് ഒരു ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് എടുത്തു കൊടുത്തു. കുട്ടികൾക്ക് ഞാൻ എന്ത് ചെയ്തു, കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ കുട്ടികൾ ആൻസർ പറഞ്ഞു. ആൻസർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. അപ്പൊ തന്നെ ഞാൻ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കും, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ടീച്ചിങ് ആസ് പ്ലാൻഡ് അല്ലെ, അതായത് പ്ലാൻ ചെയ്ത പോലെ ടീച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകും. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതായത് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുട്ടികളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. കുട്ടികൾക്ക് ആൻസർ കിട്ടിയില്ല. ഓക്കെ, നോ എന്നാണ് വന്നത്. അതായത് കുട്ടികൾക്ക് ആൻസർ കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ, ഞാൻ എന്താണ് പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടപ്പിലാക്കണം അല്ലെ. ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിനു ശേഷം ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് പുതിയൊരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യണം, റെമഡിയൽ ടീച്ചിങ് നടത്തണം അല്ലെ. അതായത് വീണ്ടും ഞാൻ ഒരു പോർഷൻ വേറെ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം മതിയോ? അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ അടുത്ത സെഷനിലോട്ട് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമ്മൾ റീടീച്ച് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ റീടീച്ച് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു റെമഡിയൽ ടെസ്റ്റ് കൂടെ നടത്തണം. ഇനി റെമഡിയൽ ടെസ്റ്റ് നടത്തി റെമഡിയൽ ടെസ്റ്റിൽ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ടീച്ചിങ് പിന്നീട് അടുത്ത സെഷനിലോട്ട് പോവാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യെസ് ആണെങ്കിൽ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുക, ടീച്ചിങ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനി നോ ആണെങ്കിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തിയിട്ട് എവിടെയാണോ പ്രശ്നം അത് ഐഡന്റിഫൈ ചെയ്തിട്ട് റെമഡിയൽ ടീച്ചിങ് നടത്തുക. അതിനുശേഷം റെമഡിയൽ ടെസ്റ്റ് നടത്തിയിട്ട് റെമഡിയൽ ടീച്ചിങ് എഫക്റ്റീവ് ആയിരുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രം അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ യൂസസ് ആണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. നമ്മുടെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫോർമേറ്റീവ് അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടപ്പിലാക്കിയിട്ട് റെമഡിയൽ ടീച്ചിങ്ങിലൂടെ ഏതൊക്കെ കുട്ടികളാണോ പഠനത്തിൽ പിറകിൽ നിൽക്കുന്നത് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റൂലെ. എപ്പോഴും നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് എഫക്റ്റീവ് ആയിട്ട് നടപ്പിലാക്കണം. എന്താന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് ബേസിലൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടാവും. ആ ബേസിൽ കുട്ടികൾക്ക് പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളിലോട്ട് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല അല്ലെ. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, പഠനത്തിൽ പിന്നോട്ട് വരുന്നത്. അപ്പൊ ഫോർമേറ്റീവ് അസസ്മെന്റ് പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കുന്ന ഒരു ടീച്ചറാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല, കുട്ടികൾക്ക് ബേസിക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാണ്ടിരിക്കില്ല അല്ലെ. ബേസിക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ റെമഡിയൽ ടീച്ചിങ് ഒക്കെ നടത്തി കുട്ടികളെ പ്രോപ്പർ ആയിട്ട് അടുത്ത സെഷനിലോട്ട് അല്ലെങ്കിൽ അടുത്ത പോയിന്റ് പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികളെ കറന്റ് ടോപ്പിക്കിനെ കുറിച്ച് നല്ല രീതിക്ക് അവെയർ ആയതിനു ശേഷം മാത്രം പഠിപ്പിക്കുമ്പോൾ എന്തിനു ഹെൽപ്പ് ചെയ്യും, ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ എന്താ, ഫോർമേറ്റീവ് അസസ്മെന്റ് ടീച്ചറിനെ മാത്രമല്ല അല്ലെ, സോറി സ്റ്റുഡൻസിനെ മാത്രമല്ല ടീച്ചറിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഞാൻ പഠിപ്പിക്കുന്നത് എഫക്റ്റീവ് ആവുന്നുണ്ടോ, എന്റെ ടീച്ചിങ് മെത്തേഡ്സുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ കുട്ടികളുടെ റെസ്പോൺസിനനുസരിച്ചിട്ട് ടീച്ചറിന് ഐഡന്റിഫൈ ചെയ്യാനും അതിൽ ചേഞ്ചസ് വരുത്താനും ഒക്കെ പറ്റുന്നുണ്ട് അല്ലെ ഫോർമേറ്റീവ് അസസ്മെന്റിലൂടെ. നെക്സ്റ്റ് എന്താ, ഫോർമേറ്റീവ് അസസ്മെന്റ് കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്താ സസ്റ്റൈനബിൾ ആയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല്
ഞാനൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ നിങ്ങളിൽ ആ കുട്ടി ആൻസർ പറഞ്ഞു. ഓക്കെ, അപ്പൊ ആൻസർ പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു, വെരി ഗുഡ്, നല്ല രീതിക്ക് പറഞ്ഞല്ലോ, ഞാൻ പഠിപ്പിച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട് അല്ലെ, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ തന്നെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ കുട്ടിക്ക് എന്താവും, ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം, നല്ല രീതിക്ക് പഠിച്ചു വരണം, ടീച്ചർ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ കിട്ടണം എന്നുള്ള ഒരു മോട്ടിവേഷൻ കുട്ടികളുടെ മനസ്സിലുണ്ടാവും അല്ലെ. ഇനി അതുപോലെ തന്നെ തീരെ ശ്രദ്ധിക്കാതിരിക്കുന്ന കുട്ടികളിലും, അയ്യോ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലോ, നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം, എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടില്ലല്ലോ, അപ്പം ശരിക്കും ശ്രദ്ധിച്ചിരിക്കാം എന്നുള്ള ലെവലിലും വരും അല്ലെ. അപ്പൊ ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ ലേണിങ്ങിലോട്ട് കുട്ടികളെ ഒന്നും കൂടെ കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർമേറ്റീവ് അസസ്മെന്റ് റെഡ്യൂസസ് സ്റ്റുഡൻസ് ടെക്സ്റ്റ് ആൻഡ് ആങ്സൈറ്റി. ഓക്കെ, അതായത് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെന്റ് ഒന്നും നടപ്പിലാക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇങ്ങനെ എടുത്തു പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഫൈനൽ ആ ഒരു ഇയർ എൻഡിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നതെന്ന് വിചാരിക്കുക. അതിന് മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, അസൈൻമെന്റ്സുകൾ തരുന്നില്ല, ഒന്നുമില്ല. അപ്പൊ എന്താ സംഭവിക്കുക, നമുക്ക് എക്സാമിനോട് ഭയങ്കര പേടിയായിരിക്കും അല്ലെ. അതായത് നമുക്ക് ഇതിനു മുമ്പ് പരിചയമില്ല, എങ്ങനെയാണ് എക്സാംസ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു ആൻസറിന് റെസ്പോണ്ട് ചെയ്തിട്ട് നമുക്ക് പരിചയമില്ല. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും, എക്സാമിനോട് ഒരു പേടി വരും അല്ലെ. ബട്ട് ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ, ഞാൻ ഓരോ ക്ലാസ് റൂമിലും കുട്ടികളോട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാൻ അവർ പഠിച്ചു അല്ലെ. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇനിയിപ്പോ അവർക്ക് ആൻസർ അറിയില്ല, തൊട്ടടുത്ത കുട്ടി ആൻസർ ചെയ്യുന്നത് നോക്കിയിട്ട് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ ഈ ഒരു ആംഗിളിൽ ചിന്തിക്കാലേ എന്നുള്ള ഒരു തോട്ട് അവരിൽ വരും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെ ലെവലിൽ എനിക്ക് അതിനെ ആൻസർ ചെയ്യാം എന്നുള്ള ഒരു കാര്യം കുട്ടി കണ്ടു പഠിക്കുകയാണല്ലേ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യുന്നത് ഈ എക്സാമിനോടുള്ള പേടി, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറക്കാൻ ഈ ഫോർമേറ്റീവ് അസസ്മെന്റിലൂടെ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ, ഫോർമേറ്റീവ് അസസ്മെന്റ് ഹെൽപ്പ് ടു inform the parents now and then about learning progress of their words and enabling them to take necessary steps to improve their learning. ഈ ഫോർമേറ്റീവ് അസസ്മെന്റിലൂടെ ടീച്ചേഴ്സിന് മനസ്സിലാവും അല്ലെ, കുട്ടികൾക്ക് ഇന്ന ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഇന്ന ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് എന്ത് ചെയ്യാം, പാരന്റ്സിനെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ, മോനെ അല്ലെങ്കിൽ മോൾക്ക് ഈ ഒരു ഏരിയയിൽ അഡീഷൻ ചെയ്യുന്നിടത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ, അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് പാരന്റിനെ ഇൻഫോം ചെയ്യുമ്പോൾ ബേസിക് ലെവലിൽ തന്നെ പാരന്റിന് മനസ്സിലാവണം അല്ലെ, കുട്ടിക്ക് അഡീഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വീട്ടിൽ നിന്നും കൂടെ കുട്ടിക്ക് എന്ത് ചെയ്യണം, കുറച്ച് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ട് അവനൊരു ഒരു സപ്പോർട്ടിങ് ഹാൻഡ് ആയിട്ട് ഞാൻ നിൽക്കണം എന്നുള്ള ഒരു ബോധം പാരന്റ്സിനും വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, പാരന്റ്സിന് ശ്രദ്ധിച്ചിട്ട് ആ ഒരു ലേണിംഗ് ഡിഫിക്കൽറ്റി ഒക്കെ എന്ത് ചെയ്യാം, മാറ്റിയിട്ട് കുട്ടികളെ പ്രോപ്പർ ആയിട്ട് ലേണിംഗ് എന്നുള്ള ആ ഒരു പ്രോസസ്സിലോട്ട് എത്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലെ. അപ്പോൾ ഇതുപോലെ പാരന്റ്സിനെ ഇൻഫർമേഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ പാരന്റ്സിന് കുട്ടികളുടെ കറന്റ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്, ഇങ്ങനെയുള്ള ഫോർമേറ്റീവ് അസസ്മെന്റിലൂടെയാണ് അല്ലെ. ഇങ്ങനെ ഫോർമേറ്റീവ് അസസ്മെന്റ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, ഒരു ഇയർ എൻഡിലുള്ള റിസൾട്ട് വരുമ്പോഴാണ് പാരന്റ് കുട്ടിക്ക് ഇത്രയും പ്രശ്നമുണ്ട്, കുട്ടി ബേസിൽ ഇത്രയും വീക്കാണ് എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല അല്ലെ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പാരന്റിന് അതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ അവർക്കും കൂടെ കുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കാം അല്ലെ. അപ്പൊ അങ്ങനെ പാരന്റിനും കൂടി നെസസറി സ്റ്റെപ്സ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ഫോർമേറ്റീവ് അസസ്മെന്റിലൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് യൂസസ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫോർമേറ്റീവ് അസസ്മെന്റ് ഓക്കെ ആണോ? ഓക്കെ, യെസ് മാം. ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ ഡിഫറെന്റ് ആംഗിൾസ് ഒക്കെയാണെന്ന് വിചാരിക്കുന്നു. സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, പാരന്റ്സിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, ടീച്ചേഴ്സിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്. ഇനി നിങ്ങളോട് ക്വസ്റ്റ്യൻ എക്സാമിനൊക്കെ ചോദിക്കുമ്പോ ഇനി യൂസസ് ആയിക്കോട്ടെ, ബെനിഫിറ്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ബെനിഫിറ്റ്സ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് എഴുതിയിട്ട് ഫോർ സ്റ്റുഡൻസ്, ഫോർ ടീച്ചേഴ്സ്, ഫോർ പാരന്റ്സ്, അങ്ങനെ 3 ലെവലിലായിട്ട് നിങ്ങൾക്ക് എഴുതാട്ടോ. 3 ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് ഈസ് അസസ്മെന്റ് ക്യാരിഡ് ഔട്ട് അറ്റ് ദ എൻഡ് ഓഫ് എനി ഈവന്റ്, ആക്ടിവിറ്റി ഓർ പ്രോസസ് ഈസ് നോൺ ആസ് സമ്മേറ്റീവ് അസസ്മെന്റ് അല്ലെ. അതായത് നമ്മൾ ഒരു ഇയർ എൻഡിൽ നടത്തുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ എൻഡിൽ നടത്തുന്ന അസസ്മെന്റിനെയാണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സം എന്നുള്ളത് ഓർത്താൽ മതി. ടോട്ടൽ ആ ഒരു ഇയറിൽ കംപ്ലീറ്റ് നടന്നിട്ടുള്ള ആക്ഷൻസിന്റെ സമ്മിനെ നമ്മൾ അസസ് ചെയ്യുന്നതിനെയാണ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ,
എഡ്യൂക്കേഷന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ എൻഡിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുക. ഓക്കെ, ഇനി ഡെഫിനിഷൻ വൈസ് നോക്കുകയാണെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഈസ് ഡൺ അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് മെഷർ ദ എക്സ്റ്റെന്റ് ടു വിച്ച് സ്റ്റുഡൻസ് ഹാവ് അറ്റൈൻഡ് ദ ഡിസൈർഡ് ഔട്ട്കം. ഒരു വർഷത്തില് നമുക്ക് ഉണ്ടായിരിക്കൂലേ, ഒരു ഇയറില് കുട്ടി സിലബസ് ഒക്കെ നമ്മൾ പറയില്ലേ, അതായത് നമ്മുടെ സെമസ്റ്റർ ഇയർ എന്നുള്ളത് ഞാൻ എപ്പോഴും ഈ ആനുവൽ എക്സാംസ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോ നിങ്ങൾ സെമസ്റ്റർ ഒന്നും സമ്മേറ്റീവില് പെടില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മുടെ സെമസ്റ്റർ എക്സാം അതുപോലെ നമ്മുടെ ആനുവൽ എക്സാംസ് ഒക്കെ നമ്മുടെ സമ്മേറ്റീവ് അസസ്മെന്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നമ്മളൊരു സമ്മിന്റെ എൻഡിൽ നടത്തുന്ന അസസ്മെന്റ് ആണ് സമ്മേറ്റീവ് അസസ്മെന്റ് അല്ലെ. അതായത് ഒരു സെമസ്റ്ററിൽ നമുക്കൊരു സിലബസ് ഉണ്ട് അല്ലെ, ആ സിലബസ് നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അസസ്മെന്റിനെയാണ് സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറയാം. ഓക്കെ, സമ്മേറ്റീവ് അസസ്മെന്റ് ഒരു ഇൻസ്ട്രക്ഷണൽ പീരീഡിന്റെ എൻഡിലാണ് ക്യാരിഡ് ഔട്ട് ചെയ്യാറുള്ളത്. ഒരു സെമസ്റ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെമ്മിന്റെ എൻഡിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. ഇനി അക്കാദമിക് ഇയർ ആണെങ്കിൽ ഇയർ എൻഡിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക അല്ലെ. അത് മെയിൻലി അറ്റംപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതുപോലെ തന്നെ എന്താ, learning proficiency achieved by student in different part and aspect of syllabus for the course is represented by mark or grade അല്ലെ. അപ്പൊ കുട്ടികൾ എത്രത്തോളം ലേണിംഗ് പ്രൊഫിഷ്യൻസി അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മാർക്കിന്റെയോ അല്ലെങ്കിൽ ഗ്രേഡിന്റെയോ ഒക്കെ ഫോമാറ്റിലാണ് സമ്മേറ്റീവ് അസസ്മെന്റിൽ രേഖപ്പെടുത്തുക അല്ലെ. അതായത് സമ്മേറ്റീവ് അസസ്മെന്റ് കഴിയുമ്പോൾ ഈ കുട്ടിക്ക് A+ ആണ്, ഈ കുട്ടിക്ക് A ആണ് എന്നുള്ള ലെവലിൽ നമ്മൾ ഗ്രേഡ് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സമ്മേറ്റീവ് അസസ്മെന്റ് കുട്ടികൾക്ക് ഗ്രേഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതുകൂടാതെ നമ്മൾ ഇയർ എൻഡിൽ നടത്തുന്ന അസസ്മെന്റ് ആയതുകൊണ്ട് തന്നെ സമ്മേറ്റീവ് അസസ്മെന്റ് അടുത്ത ഒരു ക്ലാസ്സിലോട്ട് പോവാൻ കുട്ടി എലിജിബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാനൊരു 8th സ്റ്റാൻഡേർഡ് എക്സാം എഴുതി, 8th സ്റ്റാൻഡേർഡിന്റെ എക്സാമിൽ പാസ്സായവർക്ക് മാത്രമല്ലേ 9th സ്റ്റാൻഡേർഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് അടുത്ത ലെവലിലോട്ട്, നെക്സ്റ്റ് ലെവലിലോട്ട് കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അസസ്മെന്റ് എന്താണ്, സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. ഓക്കെ, സമ്മേറ്റീവ് അസസ്മെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മളൊരു എക്സാം കൺസിഡർ ചെയ്യാം കേട്ടോ. സമ്മേറ്റീവ് അസസ്മെന്റിന് എക്സാമ്പിൾ ആയിട്ട് ആ ഒരു എക്സാം പേപ്പറിൽ ഡിഫറെന്റ് ലെവൽസിലുള്ള ടെസ്റ്റ് ഐറ്റംസ് ഉണ്ടായിരിക്കും അല്ലെ. അതായത് നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നല്ലോണം ഡിഫിക്കൽട്ട്, വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു അത്യാവശ്യം മാത്രം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആൾക്ക് ഈസി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇനി കുഴപ്പമില്ല, മീഡിയം ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, വളരെ ഡിഫിക്കൽട്ട് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലെ. ക്വസ്റ്റ്യൻസിന് ആൻസർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ നമുക്ക് കുട്ടികളുടെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂലെ. അതുകൂടാതെ നമ്മൾ എല്ലാ ലെവൽസിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ ലെവലിലുള്ള കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താ, നമ്മുടെ നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ ലെവലിലുള്ള, അതായത് നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമൈന്റെ 3 ലെവലിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ഐറ്റംസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ചില ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, നമ്മുടെ ഇപ്പൊ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം അതിനെ കുറിച്ച് അറിയാം എന്നുള്ള, നമുക്ക് ആ ഒരു ടോപ്പിക് അറിയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഈ 1 വേർഡിലുള്ളത്. അതുപോലെ എന്താ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. ഇനി 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോ എന്തായിരിക്കും, നമുക്ക് 5 മാർക്സ് എക്സൈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ചെക്ക് ചെയ്യാനുള്ളതാണ് അല്ലെ. നമുക്കൊരു ടോപ്പിക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 5 മാർക്സിന്റെ അല്ലെങ്കിൽ 10 മാർക്കിന്റെ എക്സൈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതും അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക അല്ലെ. ഇനി ചില ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കില്ല, അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതോ ഒരു ഇക്വേഷനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്സിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമൈന്റെ 3 ലെവലിലുള്ള 3 ലെവലുകളെ, അതായത് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ എന്നുള്ള 3 ലെവലുകളെ ടെസ്റ്റ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് ഐറ്റംസ് സമ്മേറ്റീവ് അസസ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഐറ്റംസിൽ ഉണ്ടായിരിക്കും. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആലോചിച്ചാൽ മതി, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും,
ഈസി, ഡിഫിക്കൽട്ട്, വെരി ഡിഫിക്കൽട്ട് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഡിഫറെന്റ് ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നോളജ് ടെസ്റ്റ് ചെയ്യാനുള്ള, അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റ് ചെയ്യാനുള്ള, ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് എല്ലാ ടൈപ്പ് ഓഫ് ലേണേഴ്സിനെയും അതുപോലെ എല്ലാ ലെവൽസ് ഓഫ് ലേണിങ്ങിനെയും എന്ത് ചെയ്യുന്നുണ്ട്, സമ്മേറ്റീവ് അസസ്മെന്റിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫോർമേറ്റീവ് അസസ്മെന്റിൽ അങ്ങനെയാണോ? അല്ല അല്ലെ. ഫോർമേറ്റീവ് അസസ്മെന്റിൽ എന്താ ചെയ്യുന്നത്, ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യം കുട്ടികൾക്ക് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമേറ്റീവ് അസസ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ലെവലിലല്ലാതെ നമ്മൾ പ്രാക്ടിക്കൽ എക്സാംസിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുട്ടികളുടെ സ്കില്ല് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പ്രാക്ടിക്കൽ എക്സാംസ് ത്രൂ ഒക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, തിയറി എക്സാംസിലൂടെ നമുക്ക് നോളജ് അണ്ടർസ്റ്റാൻഡിങ് ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാനും, അത് കൂടാതെ നമുക്ക് ലാബ് എക്സാംസ് ഒക്കെ ഉണ്ടാവാറില്ലേ, അങ്ങനെയുള്ള പ്രാക്ടിക്കൽ എക്സാമിനേഷനിലൂടെ കുട്ടികളുടെ സ്കില്ല് ഐഡന്റിഫൈ ചെയ്യാനും സമ്മേറ്റീവ് അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, ഇപ്പൊ സമ്മേറ്റീവ് അസസ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടാബുലർ കോൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ലേണിംഗ് പ്രൊഫിഷ്യൻസി അച്ചീവ് ചെയ്തോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമ്മേറ്റീവ് അസസ്മെന്റ് നമ്മൾ നടത്തുന്നത്. ഇനി അത് അച്ചീവ് ചെയ്തില്ല, അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞു ഒരു എക്സാം നടത്തി, ആ എക്സാമിൽ 30 മാർക്സിന് താഴെയുള്ളവർ എന്താണ്, ഫെയിൽ ആണ്, അതിന് മുകളിലുള്ളവരാണ് അടുത്ത ക്ലാസ്സിലോട്ട് പ്രൊമോട്ട് ചെയ്യാൻ എലിജിബിൾ ആവുക. അങ്ങനെ നമ്മളൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ലേണിംഗ് പ്രൊഫിഷ്യൻസി അറ്റൈൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൾക്ക് വീണ്ടും ആ സെയിം സംഭവം പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. അതായത് ആൾ എന്ത് ചെയ്യില്ല, 8th സ്റ്റാൻഡേർഡ് എക്സാം ആണ് കഴിഞ്ഞ് പോയതെന്നുണ്ടെങ്കിൽ ആള് 9th പ്രൊമോട്ട് ആവില്ല അല്ലെ. ആള് വീണ്ടും എന്ത് ചെയ്യണം, ഒരു വർഷം കൂടെ 8th പഠിച്ചതിന് ശേഷമാണ് പിന്നെയും സമ്മേറ്റീവ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടൊക്കെയാണ് അടുത്ത ലെവലിലോട്ട് പോവാ അല്ലെ. ഇനി ആൾ എന്ത് ചെയ്തു, സമ്മേറ്റീവ് അസസ്മെന്റിന്റെ ലേണിംഗ് പ്രൊഫിഷ്യൻസി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾ അടുത്ത ലെവലിലോട്ട് പോവാൻ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലോട്ട് പോവാൻ എലിജിബിൾ ആണെന്ന് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഗ്രേഡിലോട്ട് ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യൂല, അല്ലെങ്കിൽ അടുത്ത ഗ്രേഡിലോട്ട് ആൾക്ക് പ്രൊമോഷൻ കിട്ടും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മള് ഒരു ഇയർ എൻഡിലുള്ള എക്സാം നടന്നാൽ എന്താ സംഭവിക്കുക, ഒന്നല്ലെങ്കിൽ തോൽക്കും അല്ലെങ്കിൽ ജയിക്കൂല. നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യും, ജയിക്കും. പ്രോപ്പറായിട്ട് അതിനെ കുറിച്ച് അറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യും, ഫെയിൽഡ് ആവും അല്ലെ. ഫെയിൽ ആയ കുട്ടികൾ എന്താ സംഭവിക്കുക, 8th സ്റ്റാൻഡേർഡ് എക്സാം നമ്മൾ എഴുതിയിരുന്നുണ്ടെങ്കിൽ 8th തന്നെ നിൽക്കും. ജയിച്ചു കഴിഞ്ഞാൽ പാസ്സായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പാസ്സായ കുട്ടികൾ 9th സ്റ്റാൻഡേർഡിലോട്ട് പോകും. ഓക്കെ, ആ ഒരു സംഭവം ഒരു ടാബുലർ കോളത്തിൽ കൊടുത്തതാണ് കേട്ടോ. ഓക്കെ, ഇനി സമ്മേറ്റീവ് അസസ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് യൂസസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് കുട്ടികളുടെ ലേണിംഗ് പ്രൊഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും, കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെന്റിന്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനും, അതായത് A+ കിട്ടിയവർ ഇത്ര, A കിട്ടിയവർ ഇത്ര, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേണിംഗ് അച്ചീവ്മെന്റിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ കുട്ടികൾ അടുത്ത ക്ലാസ്സിലോട്ട് പോവാൻ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാനും, അതുപോലെ കുട്ടികളുടെ ഫർദർ കോഴ്സ് ഓഫ് എഡ്യൂക്കേഷണൽ ജേർണിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് one second, to decide the further course of educational journey of students based on the marks or grade obtained. അത് നല്ല ലെവലിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്കൊന്നും കൂടെ എളുപ്പമായിരിക്കും അല്ലെ. ഇനി അത്യാവശ്യം മീഡിയം ലെവലിലുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടെ നല്ല ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇനി ജസ്റ്റ് പാസ്സായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഔട്ട്ലുക്ക് നമുക്ക് കിട്ടൂലേ, ഒരു കുട്ടിയെ കുറിച്ചിട്ടുള്ള ഗ്രേഡ് കിട്ടുന്നതോടുകൂടെ തന്നെ ഫർദർ ജേർണിയിൽ നമ്മൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടാനൊക്കെ സമ്മേറ്റീവ് അസസ്മെന്റ് ഹെൽപ്ഫുൾ ആണ്. ടു ഫൈൻഡ് ദ ഓവറോൾ പെർഫോമൻസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സമ്മേറ്റീവ് അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോർമേറ്റീവ് അസസ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടുകയാണല്ലേ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, കുട്ടികൾ ആൻസർ പറയുന്നു, തെറ്റാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തെറ്റാണെന്നുള്ളത് പറയും, കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കില്ല. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് അല്ലെ. സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ക്വസ്റ്റ്യൻ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ, ഇല്ലാലെ. അത് വാലിഡേറ്റ് ചെയ്തതിന് ശേഷിക്കാണ് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുക. സമ്മേറ്റീവ് അസസ്മെന്റ് എന്തെങ്കിലും ഒരു കോഴ്സിന്റെ എൻഡിൽ ചെയ്യുന്ന സംഭവമാണ്, സെമസ്റ്റർ ഇയറിന്റെ ഒക്കെ എൻഡിൽ വരുന്ന സംഭവമാണ് അല്ലെ. അപ്പൊ തന്നെ ഫീഡ്ബാക്ക് കിട്ടുന്നില്ല, കുറച്ച് ടൈം എടുത്തതിന് ശേഷമാണ് അതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുക.
ഓക്കെ. ഇനി ഫോർമേറ്റീവ് അസസ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തിലൂടെയൊക്കെ ചെയ്യാം? ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികളെ ഒബ്സർവ് ചെയ്യാം അല്ലെ. അതായത് കുട്ടികൾ തലയിൽ കാട്ടുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്, നോട്ട്സ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത് കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ ഒബ്സർവേഷനിലൂടെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഫോർമേറ്റീവ് അസസ്മെന്റ് നടപ്പിലാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. എന്തുകൊണ്ടാ? ചില കുട്ടികൾ ഉണ്ടായിരിക്കും, അയ്യോ ടീച്ചർ നോക്കണ്ടല്ലോ, നല്ല രീതിക്ക് എഴുതിയിരിക്കുക, അല്ലെ ടീച്ചർ എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചോ, അങ്ങനെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? അഭിനയിച്ചിരിക്കുന്ന കുറെ ബിരുദന്മാരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഒബ്സർവേഷൻ എന്നുള്ള ടൂള് മാത്രം ഫോർമേറ്റീവ് അസസ്മെന്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവേഷൻ യൂസ് ചെയ്യാം, അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ കൊടുത്തിട്ട് അതിലൊക്കെ കുട്ടികൾ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് ആ ഒരു ഫോർമാറ്റിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫോർമേറ്റീവ് അസസ്മെന്റ് നടപ്പിലാക്കാവുന്നതാണ്. ഇനി സമ്മേറ്റീവ് അസസ്മെന്റിന്റെ ടൂള് നോക്കുമ്പോൾ അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഓറൽ എക്സാം, പ്രാക്ടിക്കൽ എക്സാം, പോർട്ട്ഫോളിയോ അങ്ങനെയുള്ള ലെവലുകളിലൂടെയാണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റ് നടപ്പിലാക്കാറുള്ളത്. ഈ ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ കുട്ടികളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും കുട്ടികളുടെ ലേണിംഗ് പ്രോബ്ലംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെന്തൊക്കെ കാര്യങ്ങളാണ് ആസ് എ ടീച്ചർ നമുക്ക് ചെയ്യാൻ പറ്റുക, ആ ഡെഫിഷ്യൻസി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഫോർമേറ്റീവ് അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റെമഡിയൽ ടീച്ചിങ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് കുട്ടികളുടെ ലേണിങ്ങിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ തന്നെ അതായത് ആസ് എ ടീച്ചർ നമ്മുടെ ടീച്ചിങ്ങിന്റെ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് CCEയിൽ യൂസ് ചെയ്യുന്നത് അല്ലെ. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന് ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സമ്മേറ്റീവ് അസസ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസിൽ ഏതൊക്കെയാ വരുന്നത്? കുട്ടികളെ ഒരു ഹയർ ലെവലിലോട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും പ്ലേസ്മെന്റുകൾക്ക് ജോലികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് അല്ലെ. അതായത് നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ നമ്മളോട് ചോദിച്ച ക്വസ്റ്റിന് ഞാൻ ഇത്ര ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണോ പറയാ, അതോ നമ്മൾ ആനുവൽ എക്സാംസിന് നമുക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുകയാണോ ചെയ്യാം? സർട്ടിഫിക്കറ്റ് ആണില്ലേ നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ കിട്ടുന്ന ആവശ്യത്തിനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യാം? സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് സർട്ടിഫിക്കറ്റ്സുകളൊക്കെ ഇഷ്യൂ ചെയ്യാനൊക്കെ സമ്മേറ്റീവ് അസസ്മെന്റ് ആണ് യൂസ് ചെയ്യുക. ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ടാലന്റുകളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഒക്കെ സമ്മേറ്റീവ് അസസ്മെന്റിലൂടെയാണ് പോസിബിൾ ആവുക. ഓക്കെ, സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാം കേട്ടോ. അതായത് പണ്ട് കാലം മുതലേ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് സമ്മേറ്റീവ് അസസ്മെന്റിനാണ്. കൊല്ലപരീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ ഇയർ എൻഡിൽ നടക്കുന്ന ആ എക്സാമിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അല്ലെ. ഇപ്പോഴാണ് പിന്നെയും ഫോർമേറ്റീവ് അസസ്മെന്റിനെ ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കുട്ടികളെ അന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ കുട്ടികൾക്ക് മനസ്സിലാവണം എന്നുള്ള ലെവലിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും അത് അന്ന് തന്നെ മനസ്സിലാക്കി എടുക്കണം എന്നുള്ള ലെവലിലൊക്കെ ഒന്നുകൂടെ മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലാണ് അല്ലെ. ആദ്യ കാലത്തൊക്കെ എന്തായിരുന്നു? പഠിപ്പിച്ചു കൊടുക്കും, ഇയർ എൻഡിൽ ഒരു എക്സാം ഉണ്ടായിരിക്കും, ആ ഒരു ഫോർമാറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ പിന്നെ എന്തുണ്ട്? നമ്മുടെ ഇന്റേണൽ മാർക്സിന് എക്സാംസ് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്, പ്രൊജക്ടുകൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫോർമേറ്റീവ് അസസ്മെന്റ് ടൂൾസുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പർപ്പസ് ഓഫ് അസസ്മെന്റ് ആണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അസസ്മെന്റ് നടപ്പിലാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട് അസസ്മെന്റ് നടപ്പിലാക്കുന്നത്? ഇപ്പൊ നമ്മൾ കുറെ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് നിങ്ങൾ പറഞ്ഞേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അസസ്മെന്റ് നടപ്പിലാക്കുന്നത്? ഹലോ, അവിടെ ഇല്ലേ? എന്തിനു വേണ്ടി എന്തൊക്കെയാ നമ്മൾ അസസ്മെന്റുകൾ നടപ്പിലാക്കുന്നത്? ലേണിംഗ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ കുട്ടികൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ലേണിംഗിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടപ്പിലായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ടീച്ചിങ് എത്രത്തോളം എഫക്റ്റീവ് ആണ്, ഇൻസ്ട്രക്ഷൻ മെത്തേഡ്സുകൾ എത്രത്തോളം എഫക്റ്റീവ് ആണ്, ഒരു ക്ലാസ് എടുക്കുന്നതിന്റെ ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൂടാതെ സമ്മേറ്റീവ് അസസ്മെന്റ് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെന്റ്സുകൾക്ക് ഗ്രേഡ് പ്രൊവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അസസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടീച്ചേഴ്സിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ടീച്ചിങ്ങിന്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെമഡിയൽ മെഷേഴ്സ് എടുത്തിട്ട് കുട്ടികളിൽ പ്രോപ്പർ ആയിട്ടുള്ള ലെവലിൽ പറഞ്ഞു കൊടുക്കാനും, അതുപോലെ എന്തായിട്ടുള്ള ഇനി ലേണിംഗിന്റെ കേസിലായിക്കോട്ടെ ഏതെങ്കിലും ഒരു കുട്ടികൾ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട്
റെമഡിയൽ മെഷേഴ്സ് ഒക്കെ എടുത്തിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു എക്സ്പെക്റ്റഡ് ലെവലിലോട്ട് അവരെ എത്തിക്കാനൊക്കെ ഈ ഒരു അസസ്മെന്റിലൂടെ സാധിക്കുന്നുണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് അസസ്മെന്റിന്റെ പേർപ്പസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ഗുഡ് അസസ്മെന്റ് പ്രാക്ടീസ്. ഒരു നല്ല അസസ്മെന്റ് പ്രാക്ടീസ് നടപ്പിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അസസ്മെന്റിനെ നല്ല അസസ്മെന്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ചെയ്യുന്ന അസസ്മെന്റ് നല്ല ലെവലിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം. ഇപ്പൊ ഭാവിയിലുള്ള ടീച്ചേഴ്സ് ആണ് നിങ്ങളല്ലേ, ഇപ്പൊ ക്ലാസ് എടുക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, ക്ലാസ് എടുത്തത് പ്രോപ്പർ ആയിരുന്നോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് അറിയണം അല്ലെ. ഒരു നല്ല അസസ്മെന്റ് പ്രാക്ടീസിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത് എന്നാണ് നോക്കുന്നത് കേട്ടോ. അസസ്മെന്റിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പെർഫോമൻസ് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതായിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു നല്ല അസസ്മെന്റ് പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും, എന്തിന് പോസിബിൾ ആവണം, നമുക്ക് കുട്ടികളുടെ ലേണിംഗിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അസസ്മെന്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൗ സ്റ്റുഡൻസ് ലേൺ. കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം അസസ്മെന്റുകൾ നടപ്പിലാക്കേണ്ടത്. അസസ്മെന്റ് ഷുഡ് ബി ആൻ ഇന്റഗ്രൽ കമ്പോണന്റ് ഓഫ് കോഴ്സ് ഡിസൈൻ ആൻഡ് നോട്ട് സംതിങ് ടു ആഡ് ആഫ്റ്റർവേർഡ്സ്. അതായത് നമ്മൾ ഒരു കോഴ്സിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ് അസസ്മെന്റ് അല്ലെ. അതായത് നമ്മൾ ഒരു ടോപ്പിക് പഠിപ്പിച്ചു, എന്നിട്ട് ആ ഒരു പഠിപ്പിച്ച ടോപ്പിക് എങ്ങനെയാണ് കുട്ടികൾക്ക് മനസ്സിലായോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ അതിന്റെ കൂടെ തന്നെ നമ്മൾ അത് ചെയ്ത് കൊണ്ടുപോകണം. അല്ലാതെ എന്താ ആദ്യം കുട്ടികളെ കംപ്ലീറ്റ് പഠിപ്പിച്ചു പിന്നെ അവർക്ക് ഒരു അസസ്മെന്റ് നടത്തി, ആ ഒരു ഫോർമാറ്റിലാവരുത് അല്ലെ. അതായത് ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന, അതിനെ ഇന്റഗ്രൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കമ്പോണന്റ് ആയിട്ടാണ് നമ്മൾ നല്ലൊരു അസസ്മെന്റ് ആണെങ്കിൽ അത് ആ ഒരു ഫോർമാറ്റിൽ ഉള്ളതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നല്ലൊരു അസസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പാരന്റിന് ഒരു റിപ്പോർട്ട് ഫോർമാറ്റിൽ കൊടുക്കാൻ പറ്റണം. അതായത് കുട്ടികളുടെ ലേണിംഗ് അച്ചീവ്മെന്റ് ഒക്കെ ഇത്രത്തോളം ആണെന്നുള്ളതൊക്കെ പാരന്റ്സിനും കൂടെ കൊടുക്കാം. ഒരു റിപ്പോർട്ട് ഫോർമാറ്റിൽ, ഒരു ഇൻഫർമേഷൻ ഫോർമാറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ ഗുഡ് അസസ്മെന്റ് റിക്വയർഡ് ക്ലാരിറ്റി ഓഫ് പർപ്പസ്, ഗോൾസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്രൈറ്റീരിയ. ഈ ഒരു അസസ്മെന്റിലൂടെ എനിക്ക് എന്തൊക്കെയാണ് അതിന്റെ പർപ്പസ്, എന്താണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന ഗോള്, അതിന് എത്രത്തോളം സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം, അതുപോലെ അതിന്റെ എന്തൊക്കെ ക്രൈറ്റീരിയാസ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു ക്ലാരിറ്റി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൊടുത്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നല്ലൊരു അസസ്മെന്റ് പ്രാക്ടീസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരൊറ്റ മെഷർ മാത്രം ആയിരിക്കില്ല. ഡിഫിക്കൽറ്റി ലെവല്, ഹയർ ലെവലിൽ ഡിഫിക്കൽറ്റി ഉള്ളത്, അതുപോലെ എന്താ ഈസി ലെവൽ, അങ്ങനെ എല്ലാ മെഷേഴ്സിനെയും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. അസസ്മെന്റ് മെത്തേഡ് യൂസ്ഡ് ഷുഡ് ബി വാലിഡ്, റിലയബിൾ ആൻഡ് ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ അസസ്മെന്റ് നല്ലൊരു അസസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഔട്ട്കമ്മിനും, അതുപോലെ അതിന് ഔട്ട്കമ്മിന് മാത്രമല്ല അത് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്നു വന്നത് എന്നുള്ളതിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറച്ചധികം അസസ്മെന്റ്, ഒരു നല്ല അസസ്മെന്റ് പ്രാക്ടീസ് ആവണം എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് കുറച്ചധികം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ അസസ്മെന്റ് നല്ലൊരു അസസ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നല്ലൊരു അസസ്മെന്റ് പ്രാക്ടീസിന് വേണ്ട പ്രിൻസിപ്പിൾസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മള് പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റ് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മള് അസസ്മെന്റ് എന്ന പ്രോസസ്സിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മെയിൻലി 5 കാറ്റഗറി ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അസസ്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് 5 സ്റ്റെപ്പുകളിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഈ 5 സ്റ്റെപ്പുകളിലും ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് പ്രോപ്പർ ആയിട്ട് ഓരോ സ്റ്റെപ്പിലും പ്രോപ്പർ ആയിട്ട് ആ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമ്മുടെ അസസ്മെന്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് അസസ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്ന് നോക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെന്റിന്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ ഓരോ സ്റ്റെപ്സിലുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് മെത്തേഡ്സ് ടു അസസ്മെന്റ്. ഞാനൊരു ക്ലാസ് എടുത്തു, എനിക്ക് ചെക്ക് ചെയ്യണം അല്ലെ, ആ ഒരു ക്ലാസ് പ്രോപ്പർ ആയിരുന്നോ, കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യണം മീൻസ് എനിക്ക് കുട്ടികളെ അസസ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ അസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ട സംഭവം എന്താ, അസസ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്യണം അല്ലെ. എന്തൊക്കെ മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം, ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണോ,
ക്വസ്റ്റ്യനിങ് ആണോ, അല്ലെങ്കിൽ ഞാൻ എന്താ അസൈൻമെന്റുകൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു 5 മാർക്സിന്റെ എക്സാം നടത്തുകയാണോ, അങ്ങനെ ഏത് മെത്തേഡാണ് ഞാൻ അസസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം അല്ലെ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് അസസ്മെന്റിന്റെ. അപ്പൊ അങ്ങനെ ഞാൻ മെത്തേഡ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് മെത്തേഡ്സ് ടു അസസ്മെന്റ് എന്നുള്ള പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സെക്കൻഡ് വരുന്നത് അതായത് അസസ്മെന്റ് പ്രാക്ടീസിൽ നമ്മൾ മെത്തേഡ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക, ഓക്കെ, ഞാനൊരു ചെറിയൊരു യൂണിറ്റ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഇനി അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഒരു ചെറിയ എക്സാം നടത്താം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അസസ്മെന്റിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഞാൻ സെലക്ട് ചെയ്തു. എന്താ, ചെറിയൊരു ക്ലാസ് ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് ഞാൻ ചൂസ് ചെയ്ത മെത്തേഡ്. അങ്ങനെ ഞാൻ മെത്തേഡ് ചൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ, കളക്ഷൻ ഓഫ് അസസ്മെന്റ് ഇൻഫോർമേഷൻ. ഞാൻ എന്തൊക്കെ കാര്യങ്ങളെയാണ് അസസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഞാൻ കളക്ട് ചെയ്യണം അല്ലെ. അതുപോലെ തന്നെ എന്താ, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിനെ കുറിച്ചിട്ടൊക്കെ എനിക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതാണ് കളക്ഷൻ ഓഫ് അസസിങ് ഇൻഫർമേഷൻ എന്നുള്ള പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. തേർഡ് ലെവലായിട്ട് വരുന്നതാണ് ജഡ്ജ്മെന്റ് ആൻഡ് സ്കോറിംഗ് സ്റ്റുഡന്റ് പെർഫോമൻസ്. ഫോർത്ത് വൺ സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് റിസൾട്ട്. ഫിഫ്ത്ത് വൺ റിപ്പോർട്ടിംഗ് അസസ്മെന്റ്. ഓക്കെ, ഈ 5 സ്റ്റെപ്പുകളും നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ ലെവൽസുകളായിട്ട് പറയാന്ന് വിചാരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, ഈ ഒരു ചാപ്റ്ററിന് കണ്ടിന്യൂസ് ആയിട്ട് എസ്സിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു അസസ്മെന്റ്. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെന്റും അതുപോലെ റോൾസ് ഓഫ് അസസ്മെന്റ് ഇൻ ലേണിംഗ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, അസസ്മെന്റ് ഫോർ ലേണിംഗ്, അസസ്മെന്റ് ഓഫ് ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്, ആ സംഭവങ്ങളൊക്കെ ആണ് ഈ 2 മെയിൻ ടോപ്പിക്കുകളാണ് എസ്സിക്ക് വരാറുള്ളത് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം അല്ലെ. പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് മെത്തേഡ്സ് ഫോർ അസസ്മെന്റ്. ഫസ്റ്റ് ഞാൻ ഒരു ടോപ്പിക് പഠിപ്പിച്ചു കൊടുത്തു. ആ ടോപ്പിക്കിൽ കുട്ടികളെ അസസ്മെന്റ് നടത്തണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് എന്ത്, ഞാൻ ഒരു മെത്തേഡ് സെലക്ട് ചെയ്യണം അല്ലെ. അസസ്മെന്റിന് ആവശ്യമായിട്ടുള്ള മെത്തേഡ് ഞാൻ സെലക്ട് ചെയ്യണം. അങ്ങനെ മെത്തേഡ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് മെത്തേഡ് ഫോർ അസസ്മെന്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, ഏത് ടൂളാണ് അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് ഞാൻ അസസ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം അല്ലെ. എന്താ, ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചൂസ് ചെയ്യുന്ന മെത്തേഡ് ഓക്കെ ആണോ എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം, ഒന്ന് ചെക്ക് ചെയ്യണം അല്ലെ. ദിസ് മെത്തേഡ് മസ്റ്റ് ബി ഇൻ അഗ്രിമെന്റ് വിത്ത് ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ ടാസ്ക് ഓർ കണ്ടന്റ് ടു ബി തോട്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കുട്ടിയുടെ പങ്ക്ച്വാലിറ്റി ആണ് ഞാൻ മെഷർ ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുകയാണ് ക്ലാസ്സിലുള്ള കുട്ടികളുടെ പങ്ക്ച്വാലിറ്റി ഒന്ന് മെഷർ ചെയ്യണം. അപ്പൊ അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, കുട്ടികളോട് നിങ്ങൾ 2 പ്രാവശ്യം ഒന്ന് ചാട്, അല്ലെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം ഒന്ന് നടന്നേ, ഒന്ന് റൗണ്ടിൽ നടന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഒബ്സർവേഷൻ എന്നുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് കുട്ടികളോട് ചാടാനും ഓടാനും ഒക്കെ പറഞ്ഞിട്ട് ആളുടെ പങ്ക്ച്വാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല അല്ലെ. പങ്ക്ച്വാലിറ്റി മെഷർ ചെയ്യണമെങ്കിൽ വേറെ പ്രോസസ് ആണ് അല്ലെ. ഒരു കുട്ടി ഓടി അല്ലെങ്കിൽ ഒരു കുട്ടി നല്ല ഹൈറ്റിൽ ചാടി എന്ന് വിചാരിച്ചിട്ട് ആള് പങ്ക്ച്വലാണോ അല്ലെങ്കിൽ ആളുടെ പങ്ക്ച്വാലിറ്റി എനിക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെ. അതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം, ആള് ക്ലാസ്സിലോട്ട് വരുന്ന ടൈമൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് വെക്കാം അല്ലെ. പ്രോപ്പർ ആയിട്ട് ക്ലാസ്സിൽ വരുന്നുണ്ടോ എന്ന് എന്താക്കാം. അതുപോലെ പ്രോപ്പർ ആയിട്ട് ഹോംവർക്കുകൾ പറഞ്ഞാല് കുട്ടി പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ തന്നെ അത് സബ്മിറ്റ് ചെയ്യുന്നുണ്ടോ. അങ്ങനെയൊക്കെയാണ് പങ്ക്ച്വാലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാം അല്ലെ. അല്ലെങ്കിൽ കുട്ടികൾ കുറെ ഓടിയിട്ട് അല്ലെങ്കിൽ ചാടുന്നതൊക്കെ മെഷർ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ആളുടെ പങ്ക്ച്വാലിറ്റി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതുപോലെ തന്നെ ഞാൻ എന്താണോ അസസ് ചെയ്യുന്നത്, ആ അസസ് ചെയ്യുന്ന സംഭവത്തെ ഞാൻ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളും അതിന് പ്രോപ്പർ ആയിട്ടുള്ളതായിരിക്കണം. അതായത് പങ്ക്ച്വാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ ഫിസിക്കൽ സ്കിൽസുകൾ ഞാൻ മെഷർ ചെയ്തിട്ട് കാര്യമില്ല. പങ്ക്ച്വാലിറ്റി മെഷർ ചെയ്യണമെങ്കിൽ അത് മെഷർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾ തന്നെ ഞാൻ യൂസ് ചെയ്യണം അല്ലെ. അതേപോലെ ഓരോ കാര്യങ്ങളും അസസ് ചെയ്യാൻ, ഞാൻ എന്ത് കാര്യമാണോ അസസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനെ പോപ്പപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അഗ്രി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ടാസ്കുകൾ വേണം ഞാൻ യൂസ് ചെയ്യാൻ. ക്ലിയർ ആണോ ആ പോയിന്റ്? ഹലോ, ഓക്കെ.
The tool must be capable of assessing a particular features as whole. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് എല്ലാ കാര്യങ്ങളെയും ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ടൂൾ ആയിരിക്കണം. The tool that we selected must be suitable to the background and prior experience of the student. നമ്മളൊരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടിനും അതുപോലെ അവരുടെ മുന്നേയുള്ള നോളജിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ടൂൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ പ്രൈമറി ലെവലിലൊക്കെ കുട്ടികളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഗ്രി ലെവലിൽ യൂസ് ചെയ്യുന്ന ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. കുട്ടികളുടെ നോളജും അതുപോലെ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ടൂൾസുകൾ വേണം നമ്മൾ എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാൻ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു ഇംഗ്ലീഷ് അറിയാത്ത കുട്ടിയെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആൻസേഴ്സ് ഇംഗ്ലീഷിൽ തന്നെ അല്ല ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതായത് ഒരു കുട്ടിയുടെ ഒരു കണ്ടന്റ് നോളജ് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ കണ്ടന്റ് നോളജ് അസസ് ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷെ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ ആ കുട്ടിക്ക് എത്രത്തോളം കണ്ടന്റ് നോളജ് ഉണ്ടെന്ന് നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റുമോ? ഇല്ല അല്ലെ. കാരണം ആ കുട്ടിക്ക് കണ്ടന്റ് അറിയാം, പക്ഷെ ആ കുട്ടിക്ക് അറിയാത്തത് എന്താണ്, ലാംഗ്വേജ് ആണ്. നമ്മൾ ചോദിച്ച ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് ആ കുട്ടിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണ് അല്ലെ. അല്ലാതെ ആ കുട്ടിക്ക് കണ്ടന്റിൽ നോളജ് ഇല്ല എന്നുള്ളതല്ല. അപ്പൊ നമ്മൾ എന്താണോ അസസ് ചെയ്യുന്നത് ആ അസസ് ചെയ്യുന്ന കാര്യം കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ, അസസ് ചെയ്യാൻ പോകുന്ന ടൂള് യൂസ് ചെയ്യാൻ. ഓക്കെ, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അസസ്മെന്റ് നടക്കണം എന്നുണ്ടെങ്കിൽ, അതായത് അസസ്മെന്റ് പ്രാക്ടീസുകൾ ബെറ്റർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൂള് മാത്രം യൂസ് ചെയ്യുന്നതിന് പകരം ഒന്നിൽ കൂടുതൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് അസസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ പ്രോപ്പർ ആയിട്ട് നമുക്ക് കുട്ടികളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഏത് ടൂൾ യൂസ് ചെയ്തോട്ടെ അത് നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഇമോഷണലി ഒന്നും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫോർമാറ്റിൽ നമ്മൾ കുട്ടികളെ അസസ് ചെയ്യരുത്. അതായത് ചില കുട്ടികൾ എക്കണോമിക്കലി ലോ ലെവലിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടായിരിക്കും. അവരെ കളിയാക്കുന്ന ഫോർമാറ്റിലൊന്നും എന്ത് ചെയ്യരുത്, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസുകൾ അവർക്ക് ഫീൽ ചെയ്യരുത്. മേ ബി എന്തുണ്ടായിരിക്കും, നമ്മൾ പങ്ക്ച്വാലിറ്റി മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു കുട്ടിക്ക് ഫിസിക്കലി അത്ര നടക്കാൻ വയ്യാത്ത കുട്ടിയാണെന്നൊക്കെ വിചാരിക്കാം. അപ്പൊ നമ്മള് പങ്ക്ച്വാലിറ്റി കറക്റ്റ് സമയത്ത് തന്നെ എന്താണ് ആളെത്തിയില്ല, അപ്പൊ ആള് പങ്ക്ച്വൽ അല്ല എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കൺക്ലൂഷൻ കൊടുക്കരുത്. ആൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ, പെട്ടെന്ന് നടന്നു വരുന്നതിന് ആ കുട്ടിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ കുട്ടികളെ അസസ് ചെയ്യാൻ. എനി ടൂൾ ദാറ്റ് ഈസ് അഡോപ്റ്റഡ് ഷുഡ് നെവർ കോസ് എനി ഇമോഷണൽ ഡിസ്റ്റർബൻസ് ടു ദ ചൈൽഡ്. ഇറ്റ് ഷുഡ് നെവർ ബിക്കം എ കോൺട്രവേഴ്സി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടൂള് കുട്ടികളെ മെഷർ ചെയ്യാൻ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂള് അവർക്ക് റിലീജിയസ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവരുടെ ഫാമിലി സ്റ്റാറ്റസുമായിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും അവർക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള ടൂൾസുകളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഒരു കുട്ടിയെ അസസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അസസ്മെന്റ് ടൂള്, അസസ്മെന്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് അസസ്മെന്റ് ഇൻഫർമേഷൻ ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ കുട്ടികൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അസസ്മെന്റ് നടത്തുകയാണ്. അസസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ടൂള് എക്സാം എന്നുള്ള ഒരു യൂണിറ്റ് ടെസ്റ്റ് എന്നുള്ള ഒരു ടൂള് ഞാൻ കൺസിഡർ ചെയ്തു. ഇനി ഞാനൊരു ടൂള് കൺസിഡർ ചെയ്താൽ അല്ലെങ്കിൽ ടൂള് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അത് ഞാൻ എന്ത് ചെയ്തു, അപ്ലൈ ചെയ്തു അല്ലെ. കുട്ടികളോട് ചെറിയ ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് കുട്ടികൾക്ക് അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താ, നമ്മൾ അസസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് അല്ലെ. എക്സാമിന്റെ കേസിൽ നോക്കുമ്പോൾ കുട്ടികൾ എഴുതിയിട്ടുള്ള ആൻസർ പേപ്പർ കളക്ട് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. എക്സാം മാത്രമല്ല കേട്ടോ, ഇനി ഒബ്സർവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടാബുലർ കോളത്തിന്റെ ഫോർമാറ്റിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ഫോർമാറ്റിൽ കളക്ട് ചെയ്യാം. അങ്ങനെ ഏത് ടൂളാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ടൂളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസസ്മെന്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അത് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു കളക്ഷൻ ഓഫ് അസസ്മെന്റ് ഇൻഫർമേഷൻ എന്നുള്ള പാർട്ടിൽ വരുന്നത്. അപ്പൊ എന്താ വരുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെ അസസ്മെന്റ് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ. ഇനി നമ്മൾ അസസ്മെന്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ
കുട്ടികളായിട്ട് ഒരു പ്രോപ്പർ ഇന്ററാക്ഷൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അല്ലെ. നമ്മൾ കുട്ടികളോട് ഇങ്ങനെ പറയണം, നിങ്ങളുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ നോളജ് ലെവൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ചെറിയ ഒരു ക്വിസ് ഫോർമാറ്റിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ IQ ലെവൽ ഇത്രയാണ്. അങ്ങനെ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കുട്ടികളുമായിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്തിരിക്കണം. ഓക്കെ. സഫീഷ്യന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇനഫ് ടൈം മസ്റ്റ് ബി പ്രൊവൈഡഡ് ഫോർ സബ്മിറ്റിംഗ് എ വർക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു അസസ്മെന്റ് ടൂൾ യൂസ് ചെയ്ത്, ഇപ്പൊ ഞാനൊരു അസൈൻമെന്റ് ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഞാൻ വലിയൊരു അസൈൻമെന്റ് കൊടുത്തിട്ട് കുട്ടികളോട് പറയാണ് നാളെ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമ്മൾ എന്താണോ കൊടുത്തത് അതിന് എത്രത്തോളം ടൈം എടുക്കും, അതായത് കുട്ടികൾക്ക് ആ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇനഫ് ടൈം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. അതുപോലെ എല്ലാ കുട്ടികൾക്കും നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അസസ്മെന്റ് ഇൻഫർമേഷൻസ് ക്ലിയർ, കംപ്ലീറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കണം അല്ലെ. അതായത് ഞാനൊരു അസൈൻമെന്റ് കൊടുക്കുകയാണ് കുട്ടികളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ അസൈൻമെന്റ് ആണെന്ന് ഞാൻ തീരുമാനിച്ചു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, ഞാൻ കുട്ടികൾക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യണം അല്ലെ. അസൈൻമെന്റ് നടന്ന് കുട്ടികൾ എനിക്ക് എന്ത് ചെയ്യണം, ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യണം. ആ സമയത്ത് ഞാൻ കുട്ടികളോട് പറയാണ്, ഈ അസൈൻമെന്റിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇത്ര പോയിന്റ്സ് ഉണ്ടായാലും ഞാൻ ആൾക്ക് 5 മാർക്സ് കൊടുക്കും. ഇത്ര പോയിന്റ്സ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ 10 മാർക്സ് കൊടുക്കും. ഇന്ന പോയിന്റുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അസസ്മെന്റ് പ്രോപ്പർ അല്ല, വാലിഡ് അല്ല, അത് നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടില്ല. അപ്പൊ ഇത്ര പേജസിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിരിക്കണം. അങ്ങനെ എന്താണോ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവം അതിനെ കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ടുള്ള, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തിരിക്കണം. അവർക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ദ ക്യാരക്ടറിസ്റ്റിക് ടു ബി അസസ്ഡ് മസ്റ്റ് ബി കോൺക്രീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ഇൻ ദ അസസ്മെന്റ്. നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണോ നമ്മൾ അസസ്മെന്റ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് പറഞ്ഞിരിക്കണം അല്ലെ. അതായത് ഞാനൊരു അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങളുടെ വ്യൂ പോയിന്റ് നിങ്ങൾ അതിൽ മസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഞാൻ എക്സ്ട്രാ മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ നീറ്റ്നെസ് നല്ലപോലെ ഉണ്ടായിരിക്കണം. നീറ്റ്നെസ് ഇല്ലാത്ത പേപ്പേഴ്സിന് പ്രോപ്പർ ആയിട്ട് വാലുവേറ്റ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണോ നമ്മൾ അസസ് ചെയ്യുന്നത് അതിനെ കുറിച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ. അതായത് ഇപ്പൊ നമ്മൾ ഒരു എക്സാം നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ ആ എക്സാം കിട്ടിയിട്ടുള്ള മാർക്കുകൾ ഇന്റേണൽ മാർക്കിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ അതൊന്നും കുട്ടികളോട് പറഞ്ഞില്ല. നാളെ വരുമ്പോ ഈ പാർട്ട് ഞാനൊരു ക്ലാസ് എടുത്തിട്ട് നാളെ വരുമ്പോ ഈ പാർട്ട് നല്ലപോലെ പഠിച്ചു വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. നാളെ എക്സാം ഉണ്ടെന്നോ, ആ എക്സാമിൽ ഇത്ര ക്വസ്റ്റ്യൻസ് വരുന്നോ, ഇന്ന മാർക്കിന് ഇത്ര പോയിന്റെങ്കിലും നിങ്ങൾ എഴുതണം, അങ്ങനെയാകുമ്പോ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നോ, അല്ലെങ്കിൽ ഈ എക്സാമിന് കിട്ടുന്ന മാർക്ക് ഞാൻ ഇന്റേണൽ മാർക്കിൽ യൂസ് ചെയ്യൂട്ടോ എന്നുള്ളതൊന്നും നമ്മൾ പറയാതെ നാളെ പഠിച്ചു വരണം കേട്ടോ എന്ന് പറഞ്ഞ് മാത്രം പോയി കഴിഞ്ഞാല് കുട്ടികൾക്കും അറിയാൻ പറ്റില്ല അല്ലെ. ഇത് ഇന്റേണൽ മാർക്കിന് യൂസ് ചെയ്യും, എക്സാം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു കുട്ടിയെ അസസ് ചെയ്യുമ്പോൾ ആ അസസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ ഐഡിയ കുട്ടികളിലോട്ട് പാസ് ചെയ്തിരിക്കും. ഓക്കെ. ഇനി നമ്മള് ഈ അസസ്മെന്റ് നടത്തി അതിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇന്റർഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ഇപ്പൊ എക്സാം ആണ് നടത്തുന്നത്. എക്സാം നമ്മൾ എന്തിനാ നടത്തുന്നത്, കുട്ടികളെ പ്രോപ്പർ ആയിട്ട് അസസ് ചെയ്യാനല്ലേ, കുട്ടികൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്. ആ സമയത്ത് ഒരു കുട്ടി എന്ത് ചെയ്യാണ്, വീട്ടിൽ നിന്ന് പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിട്ട് ആ പേപ്പറാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. അതായത് പ്രോപ്പർ ആയിട്ടല്ലേ നമ്മൾ അസസ്മെന്റ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, വിലയിരുത്തണം. ഓക്കെ. Let the students know the purpose of collecting this information and how it will be used. Okay. അതായത് നമ്മൾ ഒരു അസസ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളോട് എന്താണ് ഈ അസസ്മെന്റ് നടത്തുന്നതിന്റെ പർപ്പസ് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് അസസ്മെന്റിന്റെ ഡാറ്റാസ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു എക്സാം എന്നുള്ള അസസ്മെന്റ് ടൂളാണ് ഞാൻ യൂസ് ചെയ്തത് എന്ന് വിചാരിക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയാണ് കേട്ടോ. എക്സാം അല്ലാത്ത ഒരുപാട് ടൂൾസുകൾ ഉണ്ട്, അത് നിങ്ങൾ മൈൻഡിൽ വെക്കാം കേട്ടോ. എക്സാം ആണ് ഞാൻ നടത്താൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു,
എക്സാം ആണ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അസൈൻ ചെയ്തു. എക്സാമിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സാം നടത്തി അല്ലെ. എക്സാം നടത്തി സെക്കൻഡ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു, കുട്ടികൾ എഴുതിയിട്ടുള്ള അസസ്മെന്റ് ആൻസർ ഷീറ്റ് ഞാൻ കളക്ട് ചെയ്തു. അതാണ് കളക്ഷൻ ഓഫ് അസസ്മെന്റ് ഇൻഫർമേഷൻ. ഓക്കെ, ഇനി തേർഡ് വൺ എന്താ, ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസിന് ഞാൻ എന്ത് ചെയ്യണം, മാർക്ക് കൊടുക്കണം അല്ലെ. 5 മാർക്സിന്റെ കുട്ടികൾക്ക് 3 പോയിന്റ് ആണ് എഴുതിയത്. ഓക്കെ, അപ്പൊ അവർക്ക് ഞാൻ ഇതിൽ ഒരു 3 മാർക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ പ്രോപ്പർ ആയിട്ട് കുട്ടികളെ ജഡ്ജ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് കുട്ടികളെ സ്കോർ ചെയ്തിട്ട് ആ സ്കോർ ചെയ്ത മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ഒരു ജഡ്ജ് ചെയ്യണം അല്ലെ. തേർഡ് സ്റ്റെപ്പ് വരുന്നത് അതാണ്, ജഡ്ജിങ് ആൻഡ് സ്കോറിംഗ് ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ്. അങ്ങനെ നമ്മൾ കുട്ടികളെ സ്കോറിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ ജഡ്ജ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് പ്രിൻസിപ്പൽ റിലേറ്റഡ് ടു ജഡ്ജിങ് ആൻഡ് സ്കോറിംഗ് ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഒരു കുട്ടിയെ സ്കോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയെ അസസ്മെന്റ് പെർഫോമൻസ് നമ്മൾ അസസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കോറിംഗ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം അല്ലെ. അതായത് ഒരു കുട്ടിക്ക് നമ്മൾ ഒരു വർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി, പക്ഷെ ഞാൻ പറഞ്ഞില്ല എന്താ, എസ്എം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തരുന്നത്, അപ്പൊ നിങ്ങളൊരു 3 പേജിലെങ്കിലും എഴുതണം എന്നുള്ളത് കുട്ടികളോട് പറയാതെ ഞാൻ അവർക്ക് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു, അവരതിന് ആൻസർ ചെയ്തു, ഞാൻ പോയി. ആ ഒരു ഫോർമാറ്റിലായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരിക, കുട്ടിക്ക് അറിയില്ല അല്ലെ ഇത് എസ്എ ടൈപ്പിലാണ് എഴുതേണ്ടത്, ഇത്ര പേജസ് കംപ്ലീറ്റ് ചെയ്താലേ കംപ്ലീറ്റ് മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളതിനെ കുറിച്ച് കുട്ടികൾക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ജഡ്ജ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കോറിംഗ് നടത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുട്ടികളോട് പറഞ്ഞിരിക്കണം എന്ത്, എങ്ങനെയാണ് അവരുടെ റെസ്പോൺസസ് അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആൻസേഴ്സ് എങ്ങനെയാണ് നമ്മൾ സ്കോർ ചെയ്യുക എന്നുള്ളത് അവർക്ക് നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ ഓൾറെഡി പറഞ്ഞു കൊടുത്തിരിക്കണം. Okay, factors that are irrelevant to the purpose should not influence the result. Okay. അതായത് നമ്മൾ ഒരാൾക്ക് സ്കോറിംഗ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു നമ്മുടെ അസസ്മെന്റിന്റെ പേർപ്പസുമായിട്ട് ഇറവലവന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ആ ഒരു റിസൾട്ടിനെ എന്ത് ചെയ്യരുത്, ബാധിക്കരുത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഏതെങ്കിലും ചില കുട്ടികളോട് ഒരു പ്രത്യേക കെയറിങ് ഉണ്ടായിരിക്കും, എനിക്ക് ചില കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവരോട് എനിക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. ആ പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഞാൻ അവരുടെ ആൻസർ ഷീറ്റിൽ മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് കാണിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ എനിക്ക് ഏതെങ്കിലും കുട്ടികളോട് ചെറിയ എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരിക്കും, ആ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ എഴുതിയിട്ടുള്ള കറക്റ്റ് ആൻസറിന് ഞാൻ എന്ത് ചെയ്യരുത്, റോങ് ആണെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് നമ്മളെ പർപ്പസ് എന്താണ്, നമ്മൾ കുട്ടികളുടെ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പോണന്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കിയുള്ള ഇറലവന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും നമ്മുടെ പ്രൊവൈഡ് ചെയ്യുന്ന റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മളൊരു മാർക്ക് കൊടുത്തു, ആ മാർക്കിനെ കുട്ടികൾക്ക് ആ റിസൾട്ടിൽ കുട്ടികൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പീലിന് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് പിന്നെ നമ്മുടെ ആൻസർ ഷീറ്റ് ഒക്കെ തന്നു കഴിഞ്ഞ് ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ടീച്ചേഴ്സ് പറയാറില്ലേ, നിങ്ങളെ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് ഒന്ന് നോക്കുക, ഏതെങ്കിലും സ്ഥലത്ത് മാർക്ക് ഇടാത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പറയാട്ടോ, നമുക്കത് റെഡിയാക്കാന്നുള്ള ലെവലിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യല്ലേ. അതേപോലെ നല്ലൊരു അസസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ടും അങ്ങനെ കുട്ടികൾക്ക് അവരുടെ റിസൾട്ട് കമ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോർഷനിലെ റിസൾട്ട് ഒന്നുകൂടെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പൽ റിലേറ്റഡ് ടു സ്കോറിംഗ് ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ്. കുട്ടികൾക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്കോറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സമ്മറൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ റിസൾട്ട് ആണ് അല്ലെ. അപ്പൊ അതിലും അങ്ങനെ ഒരു കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്കോർ നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു സമ്മറൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് എന്നുള്ള പാർട്ടിൽ വരുന്നത് കേട്ടോ. അതായത് നമ്മൾ അസസ്മെന്റ് റിസൾട്ടുകൾ നടത്തുമ്പോൾ അത് റിസൾട്ടുകൾ അക്യുറേറ്റ് ആയിരിക്കണം നമ്മൾ സമ്മറൈസ് ചെയ്യുന്ന സമയത്ത്. അതായത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനും കുട്ടി സ്കോർ ചെയ്തിട്ടുള്ള മാർക്കുകൾ നമ്മൾ ഇങ്ങനെ ഇട്ടൂലെ പ്രീവിയസ് സ്റ്റേജിൽ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ മാർക്കുകളൊക്കെ സം ചെയ്യണം അല്ലെ, സം ചെയ്തിട്ട് ടോട്ടൽ മാർക്ക് കൊടുക്കണം. അങ്ങനെ ടോട്ടൽ മാർക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേഷൻ ഒന്നും തെറ്റിപ്പോകാൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് സമ്മറൈസ് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആയിരിക്കണം അല്ലെ. അതുപോലെ കുട്ടികളെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുക. എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ എക്സാം അല്ല, ഞാൻ എന്ത് ചെയ്യാണ്, കുട്ടികൾക്ക് ഒരു അസൈൻമെന്റ് കൊടുത്തു,
അസൈൻമെന്റ് കൊടുത്തപ്പോൾ ചില കുട്ടികൾ എക്കണോമിക്കലി നല്ല ഹയർ ലെവലിൽ നിൽക്കുന്ന കുട്ടികൾ എന്ത് ചെയ്തു, ഫാൻസി സ്റ്റോറിനൊക്കെ പോയിട്ട് അവർ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ആ ഒരു അസൈൻമെന്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് വർക്ക് പ്രൊജക്റ്റ് ആയി കൊടുത്തു എന്ന് വിചാരിക്കുക. അവർ നല്ല അട്രാക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്തു, അത് ചെയ്ത് സബ്മിറ്റ് ചെയ്തു. എക്കണോമിക്കലി കുറച്ച് ലോ ലെവലിലുള്ള കുട്ടികൾ എന്ത് ചെയ്തു, അവർക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും കഴിയുണ്ടായിരുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, അവരുടെ ചുറ്റുഭാഗത്ത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്ത് വീട്ടിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്തു, ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി. അപ്പൊ ഓഫ് കോഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടും രണ്ട് ലെവലിലാണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരു അസസ്മെന്റ് നടത്തുമ്പോൾ എപ്പോഴും ആ ഒരു അസസ്മെന്റ് നടത്തുന്ന ആ സംഭവത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ ലേണിംഗ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്താ കുട്ടി അതിലോട്ട് എടുത്തിട്ടുള്ള എഫേർട്ട്, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ദ ലിമിറ്റേഷൻസ് ആൻഡ് പ്രോബ്ലം encountered by the learners while doing the work should also be considered. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യുമ്പോഴേ ചിലപ്പോൾ എന്തെങ്കിലും അതിന് ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട്, ഇപ്പൊ നമ്മളൊക്കെ ഫിസിക്സ് വരുന്ന എന്റെ സബ്ജക്ട്, അപ്പൊ ഞാനൊക്കെ ഡിഗ്രി ലെവലില് നമ്മള് പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഡിഫ്രാക്ഷൻ ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ നമ്മള് ലൈറ്റിന്റെ അവൈലബിലിറ്റി ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും, ഈ ഒരു പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ലൈറ്റ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിൽ എന്തുണ്ടായിരിക്കും, വേരിയേഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ ആ ഒരു സംഭവം നടത്തുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ആ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡള്ളായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഉദ്ദേശിച്ചത്ര റിസൾട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോഴും നമ്മൾ എന്താണ് പ്രൊജക്ട് ചെയ്തത്, വളരെ ആ കുട്ടി അതിലോട്ട് എടുത്ത് എഫേർട്ട് കറക്റ്റ് തന്നെയാണ് അല്ലെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാ പ്രൊജക്ടുകളും ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ബട്ട് ഇങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസ് വന്നുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രൊജക്ട് വർക്കുകൾ അങ്ങനെയുള്ളതിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള എക്സ്റ്റേണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ ഇന്റർപ്രിട്ടേഷൻ മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോയിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് അതോറിറ്റി. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിലായിട്ട് ചില റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഫോർമാറ്റിൽ ഉള്ളതായിരിക്കണം ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ സമ്മറൈസേഷൻ. അതുപോലെ നമ്മൾ ഡാറ്റ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് വണ് വരുന്നത് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ടു റിപ്പോർട്ടിംഗ് അസസ്മെന്റ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുട്ടികളെ അസസ് ചെയ്യാണ്. അസസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഞാനൊരു അസസ്മെന്റ് ടൂള് ഞാൻ കൺസിഡർ ചെയ്തു. പിന്നെ ആ ടൂളിനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അസസ്മെന്റ് നടത്തിയിട്ട് പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് റിസൾട്ട് കിട്ടിയില്ലേ. സോറി, ഓക്കെ, നമ്മൾ ഒരു മെത്തേഡ് സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ മെത്തേഡ് സെലക്ട് ചെയ്തതിന് ശേഷമുള്ള കുട്ടികളുടെ റിസൾട്ടുകൾ ഞാൻ കളക്ട് ചെയ്തു. എന്നിട്ട് ആ റിസൾട്ടിനെ ഞാൻ ജഡ്ജ് ചെയ്തു, അതായത് അതിനൊരു സ്കോറിംഗ് ഞാൻ കൊടുത്തു അല്ലെ. എന്നിട്ട് ആ ഒരു സ്കോറിംഗ് കിട്ടിയിട്ടുള്ള ആ ഒരു റിസൾട്ടിനെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തു അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യണം, സമ്മറൈസ് ചെയ്ത ഡാറ്റയെ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്ത ആ ഡാറ്റയെ റിപ്പോർട്ട് ഫോർമാറ്റിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് പ്രിൻസിപ്പൽ റിലേറ്റഡ് ടു റിപ്പോർട്ടിംഗ് അസസ്മെന്റ് എന്നുള്ള ഈ ഒരു പാർട്ടിൽ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ ഏത് സ്കൂളിലാണോ ഉള്ളത് ആ സ്കൂളിന് കുറച്ച് റിട്ടേൺ പോളിസീസ് ഉണ്ടായിരിക്കും അല്ലെ. ആ പോളിസീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസസ്മെന്റിന്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ടെസ്റ്റ് നടത്തി, എന്നിട്ട് ഞാനൊരു സ്റ്റുഡന്റിനെ കണ്ടപ്പോ പറയാം, നിനക്കാട്ടോ നമ്മൾ ഇന്നലെ നടത്തിയ ടെസ്റ്റിൽ ഫസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ നീയാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യരുത്, പേഴ്സണലി നമ്മൾ പറയരുത്. ഓക്കെ, ഓരോ സ്കൂളിലും അവര് ഫോളോ ചെയ്യുന്ന കുറച്ച് റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കും അല്ലെ. ഇത്ര മന്തിന് ശേഷം എല്ലാ കുട്ടികളുടെയും മാർക്കുകൾ നമ്മൾ നോട്ടീസ് ബോർഡിൽ എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു റൂൾസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ഡാറ്റ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു റൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഓക്കെ, ആ റൂൾസുകൾ നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ റിട്ടേൺ ഓറൽ റിപ്പോർട്ട്സ് ഷുഡ് ബി കണ്ടെയ്ൻ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു വിച്ച് അസസ്മെന്റ് ആർ റെഫറൻസ്ഡ്. ഓക്കെ, നമ്മളൊരു റിപ്പോർട്ട്സ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു ഓറൽ റിപ്പോർട്ട്സുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു അതിന്റെ ഗോൾസ്, എന്തൊക്കെയായിരുന്നു അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അത് എത്രത്തോളം
നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ലെവലിൽ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു അസസ്മെന്റ് റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് കുട്ടിയുടെ സ്ട്രെങ്ത്, എന്തൊക്കെയാണ് ആളുടെ വീക്ക്നെസ് എന്നുള്ളത് അതിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഫോർമാറ്റിൽ എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് എക്സാംസിലൊക്കെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് നമ്മളെ റെഡിങ് കൊണ്ട് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് തരാറില്ലേ, പോയിന്റ്സുകൾ എന്ത് ഇന്ന രീതിയിൽ എഴുതണം, അങ്ങനെ ചെറിയ ചെറിയ നോട്ട്സുകൾ തരാറില്ലേ. അങ്ങനെ ഡിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള നോട്ട്സുകൾ എന്ത് ചെയ്യണം, നമ്മുടെ റിപ്പോർട്ട് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് കുട്ടികളുടെ വീക്ക്നെസ്, എന്തൊക്കെയാണ് ആളുടെ സ്ട്രെങ്ത് എന്നുള്ളത് ആ ഒരു റിപ്പോർട്ടിൽ എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം. അസസ്മെന്റ് റിപ്പോർട്ട് ഷുഡ് ബി ക്ലിയർ, അക്യുറേറ്റ് ഓഫ് പ്രാക്ടിക്കൽ വാല്യൂ അല്ലെ. അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പോർട്ട് ക്ലിയർ ആയിട്ടുള്ളതായിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം, അത് പ്രാക്ടിക്കൽ യൂസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ആയിരിക്കണം അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിന് എന്തെങ്കിലും ഒപ്പോസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻസ് അല്ലെങ്കിൽ ഓപ്പോസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അപ്പീലിന് പോകാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കണം. Okay, reporting system should provide discussion among teachers, parents and students. നമ്മൾ ഈ ഒരു അസസ്മെന്റിന്റെ റിപ്പോർട്ടിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പാരന്റ്സ് ആയിട്ടും അതുപോലെ ടീച്ചേഴ്സും സ്റ്റുഡന്റും പാരന്റ്സും തമ്മിൽ ഒരു ഡിസ്കഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. Confidentiality should be maintained until the report or result are published. റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് വരെ ആ റിസൾട്ട് പുറത്തോട്ടൊന്നും പോകരുത് അല്ലെ. അതായത് നമ്മൾ വേറെ ആരോടും അതിനെ കുറിച്ചിട്ടൊന്നും ഡിസ്ക്ലോസ് ചെയ്യാനൊന്നും പാടില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം ഷുഡ് പ്രൊവൈഡ് ഡിസ്കഷൻ എമംഗ് ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് സ്റ്റുഡൻസ്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് റിപ്പോർട്ട് നമ്മുടെ മാർക്കൊക്കെ റിപ്പോർട്ട് കാർഡിൽ തരും. പിന്നെ നമ്മളൊരു പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വെക്കാറില്ലേ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് ഈ കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാരന്റ്സും സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിലുള്ള ഡിസ്കഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു അസസ്മെന്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മളൊരു അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്സുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസസ്മെന്റ് നടത്തുന്നതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൂൾ നമ്മൾ സെലക്ട് ചെയ്യണം. ആ ടൂൾസ് സെലക്ട് ചെയ്ത് ആ ടൂൾസിലൂടെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള അസസ്മെന്റ് ഇൻഫോർമേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൂടാതെ അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ജഡ്ജ് ചെയ്യുമ്പോഴും അതുപോലെ സ്കോർ ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ അതിനെ ആ റിസൾട്ടിനെ സമ്മറൈസ് ചെയ്യുമ്പോഴും ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും അല്ലെ. അതായത് ഒരു റിപ്പോർട്ട് കാർഡ് ഫോർമാറ്റിൽ നമ്മൾ എന്താണോ അസസ്മെന്റ് നടത്തിയിട്ടുള്ളത് അതിനൊരു റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലൊരു അസസ്മെന്റ് പ്രാക്ടീസിന് വേണ്ട കുറച്ച് ഗുഡ് ക്വാളിറ്റീസ് പറഞ്ഞു. അതുപോലെ നല്ലൊരു അസസ്മെന്റ് പ്രാക്ടീസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് അല്ലെ, ഓരോ സ്റ്റെപ്സിലും ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പോൾ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെഷനിൽ കൊണ്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ ലിസണിങ്.